ഒത്തിരിയായല്ലോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദമായി ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹൈദരാബാദ് ഇമ്മാനുവൽ CSI മലയാളം ചർച്ചിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ സങ്കടമുള്ള, വിഷമമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ ഭാഗമായിരിക്കുന്ന, നമ്മളുടെ തന്നെ ഒരു കുടുംബാംഗമായിരിക്കുന്ന പ്രിയ മിസ്സസ് ലൂസി ജോർജിൻ്റെ ആകസ്മികമായിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള നിര്യാണം ആ കുടുംബത്തെ മാത്രമല്ല, ഒരു വിശാലമായ കുടുംബനിലയിൽ നമ്മുടെ സഭയെ ആകമാനം സങ്കടപ്പെടുത്തുന്നുണ്ട്. നമുക്കെല്ലാം വലിയ ദുഃഖവും പ്രയാസവുമുണ്ട്. ഒരു നിമിഷം നമുക്ക് ആ കുടുംബത്തെ ഓർക്കാം. പ്രത്യേകിച്ച് പ്രിയ ജോർജാനെയും അലീനെയും നമുക്ക് ഓർക്കാം. നാട്ടിലാണ്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു നിമിഷം നമ്മൾ അവരെ ഓർക്കാം. ഈ നാളുകളിലൊക്കെ നമ്മുടെ ലൈഫ് വളരെ അൺസർട്ടൺ ആണ്. വാട്ട് വിൽ ഹാപ്പൻ ടു അസ് ഇൻ ദ നെക്സ്റ്റ് മൊമെന്റ് ഈസ് അൺസർട്ടൺ, ഡിസൈഡഡ്. ഇതൊക്കെ വളരെ ബലഹീനരാണ്, വളരെ ഫ്രജൈലാണ് നമ്മുടെ ലൈഫ്. പ്രത്യേകമായിട്ട് നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സഭയായി നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരുപാട് പേർക്ക് ഒട്ടനവധി ശാരീരികമായ വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ നാളുകളിലൊക്കെ കൂടുതൽ പ്രാർത്ഥനയിലും ദൈവകൃപയിലും നമുക്ക് ആയിരിക്കാം. സഭയായി നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ശാന്തമായ പ്രഭാതത്തിനായി, പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം നീ ഞങ്ങൾക്ക് നല്ല വിശ്രമം നൽകി. ഞങ്ങളെയൊക്കെ അവിടുന്ന് ഈ ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, പകൽക്കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കർത്താവെ, ആ വലിയ നന്മയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ കർത്താവെ, കഴിഞ്ഞ രാത്രി ആരംഭിച്ചവർ പകൽക്കാലം കാണാതെ നിന്റെ സന്നദ്ധിയിൽ ചേർക്കപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് പ്രിയ ലൂസിയുടെ കർത്താവെ ജീവിതത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവെ, നിന്റെ മകളുടെ ജീവിതയാത്രയിലൊക്കെ അവിടുന്ന് ഇതുവരെയും കൂടെ ഇരുന്നു. അങ്ങയുടെ സമയത്ത് കർത്താവെ, ആകസ്മികമായിട്ടാണെങ്കിലും നീ നിന്റെ മകളെ വിളിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്തു. ഞങ്ങൾ ഈ സമയത്ത് ആ കുടുംബത്തെ പ്രത്യേകം ഓർക്കുന്നു. സങ്കടത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നതിന് പ്രിയപ്പെട്ട കുടുംബത്തിന് ആവശ്യമായ സമാധാനവും സന്തോഷവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ അകലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അവരോടൊപ്പം ആയിരിക്കാൻ, അവരുടെ ഈ പ്രയാസത്തിൽ കർത്താവെ കൂട്ടായ്മയുടെ ബലം നൽകുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അവരുടെ എല്ലാവിധമായ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യാത്രയിലായിരിക്കുന്ന അലീൻ കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുവാൻ, ഞങ്ങളുടെ ചിന്താകുലങ്ങൾ കർത്താവെ ഏറ്റെടുക്കുവാൻ നീ മതിയായ ദൈവമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കടന്നു വരേണ്ടവരെ അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ പാട്ടുകൾ പാടി, വചനം വായിച്ച്, വചനം ശ്രമിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ബലപ്പെട്ട് കർത്താവെ ഈ കൂട്ടായ്മ അവസാനിപ്പിക്കാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ അങ്ങയുടെ ആത്മാവ് വാസ്തവമായി ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വസിച്ചാട്ടെ. ആദ്യോടന്തം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത്
മിസ്റ്റർ കോശി പി തോമസ് ആണ്. കോശി 2 പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതേ തുടർന്ന് സ്നേഹ സങ്കീർത്തനം വായിക്കുന്നതാണ്. ഇപ്പോൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകാനായിട്ട് കോശിയെ ക്ഷണിക്കുന്നു. തുടർന്ന് സ്നേഹ സങ്കീർത്തനം വായിക്കും. കേൾക്കാം അച്ഛാ? കേൾക്കാം കോശി. യെസ്, കേൾക്കാം. ഓക്കെ. ആദ്യത്തെ പാട്ട് ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ എന്നുള്ള പാട്ട് നമുക്ക്. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മാനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മാനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ, വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ, വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. നമുക്കു മുൻ ചൊന്നതം വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം, അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അടുത്തതായിട്ട് ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ എന്നുള്ള പാട്ട് പാടും. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ തിരുസവിധേ,
നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾക്കരുളൂ അനുഗ്രഹിക്കൂ. ഇപ്പോൾ സ്നേഹ സങ്കീർത്തനം വായിക്കുന്നതാണ്. കേൾക്കാം സ്നേഹ. യെസ്. Today's Psalm reading is taken from Psalm 8. Psalm 8. O Lord, our Lord, your greatness is seen in all the world. Your praise reaches up to the heavens. It is sung by children and babies. You are safe and secure from all your enemies. You stop anyone who opposes you. When I look at the sky which you have made, at the moon and the stars which you set in their places, what is man that you think of him, mere man that you care for him? Yet you made him inferior only to yourself. You crowned him with glory and honor. You appointed him ruler over everything you made. You placed him over all the creation, sheep and cattle and the wild animals too, the birds and the fish and the creatures in the seas. O Lord, our Lord, your greatness is seen in all the world. Amen. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ശാന്തമായി ഏകാഗ്രമാക്കാം. പ്രാർത്ഥന
ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒക്കെ പകരുന്ന സമയമാണ്. നമ്മളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും മാത്രമല്ല ആവശ്യത്തിലും ഭാരത്തിലുമൊക്കെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഓർക്കുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് ശാന്തമായി അല്പസമയം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെയും കുറവുകളെയും എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ഒന്ന് ഓർക്കാം, ഒന്ന് ഏറ്റുപറയാം. പലപ്പോഴും നാം ആകേണ്ടതുപോലെ ആയിത്തീരാതെ പോയത്, പലപ്പോഴും ദൈവത്തെ അറിയാതെ പോയത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നന്മകളെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ കഴിയാതെ പോയതൊക്കെ നമുക്കൊരു നിമിഷം ഓർക്കാം. കർത്താവ് നമ്മോട് ക്ഷമിക്കണമേ, നമ്മുടെ ബലഹീനതകളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ കുറ്റങ്ങളും ഒക്കെ നമ്മോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രതിരൂപമായി സൃഷ്ടിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ, മനുഷ്യരെന്നുള്ള നിലയിൽ ദൈവം നമുക്ക് നൽകിയ അന്തസ്സും മാന്യതയും ഒക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പാലിക്കാൻ, സൂക്ഷിക്കാൻ നമുക്ക് കഴിയാതെ പോയ കുറവുകളെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറവുകളെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വന്നുപോയ കുറവുകളൊക്കെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാക്കിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ, ഞങ്ങളുടെ സമീപനങ്ങളിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഞങ്ങളുടെ ഇടപാടുകളിലൊക്കെ വന്നുപോയ കുറവുകൾ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട വ്യക്തികളായി ജീവിപ്പാൻ, മനുഷ്യരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ തീരുവാൻ കഴിയാതെ പോയ കുറവുകൾ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. നമ്മുടെ കുടുംബങ്ങളുടെ വീഴ്ചകൾ, സഭയായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, വിശ്വാസ സമൂഹമായി അവൻ്റെ സാക്ഷികളായി തീരുവാൻ കഴിയാതെ പോയ നമ്മുടെ ബലഹീനതകളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയാം. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ വീഴ്ചകളെ, ഞങ്ങളുടെ പോരായ്മകളെ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം, ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവത്തോട് നമുക്ക് യാചിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്കൊരു നിമിഷം ഭരമേൽപ്പിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. കുടുംബങ്ങളായി, സഭയായി ദൈവം നമ്മെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ, പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ, ഇല്ലായ്മയുടെ, പരിമിതികളുടെ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ ഈ നഗരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി, ഇടവകയാക്കി ദൈവം മാറ്റി. ദൈവം നമുക്ക് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉയർച്ചകളൊക്കെ നൽകിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിൽ സഭയായി നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തുതിക്കാം. സഭയായി നമ്മളെ നടത്തിയ നമ്മുടെ പൂർവികരെല്ലാം നമുക്കൊരു നിമിഷം ഓർക്കാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഒരു കാലത്ത് നമ്മുടെ സഭയുടെ സജീവ ഭാഗമായിരുന്നവർ, ഇപ്പോൾ നമ്മോട് കൂടെയില്ലാത്തവർ, പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയവർ, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവർ, നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ വൈദികർ, അവരുടെ കുടുംബങ്ങൾ, ശുശ്രൂഷകർ, അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്കൊരു നിമിഷം ഓർക്കാം. അവരുടെ എല്ലാ നല്ല ശുശ്രൂഷകൾക്കായിട്ടും സേവനങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സഭയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിൽ നടക്കുന്ന എല്ലാ ഭൗതികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഓർക്കാം. സഭയുടെ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയമായ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈടെക് സിറ്റി ഏരിയ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ഏരിയ പ്രെയർ ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി, യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി, യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി, വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ശുശ്രൂഷകൾ, ആ സംഘടനയിലെ ഭാഗമായിരിക്കുന്നവരുടെ എല്ലാം അനുഗ്രഹത്തിനും സഭയുടെ പൊതുവായ നന്മയ്ക്ക് മുഖാന്തരമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ കുടുംബങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട്, ഗായക സംഘത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കരോൾ സർവീസിന് വേണ്ടിയിട്ടൊക്കെ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പല സ്ഥലങ്ങളിലായിട്ടൊക്കെ നമ്മൾ ചിതറിപ്പാർക്കുന്നെങ്കിലും വിശ്വാസത്തിൽ കർത്താവ് നമ്മളെ ഏകീഭവിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും നമ്മോട് കൂടെ സ്ഥിരമായി പങ്കെടുക്കുന്നവർ, പങ്കെടുക്കാത്തവർ, അകലങ്ങളിലും കാണാമറയത്തുമൊക്കെ ആയിരിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. കർത്താവ് ഒക്കെ വേണ്ട ബലവും കൃപയും നൽകണം. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു നിമിഷം വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അലീന നാട്ടിലേക്ക് യാത്രയിലാണ്. ജോർച്ചായൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. സംസ്കാര ശുശ്രൂഷയൊക്കെ മുണ്ടക്കയം പള്ളിയിൽ നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ, സാമ്പത്തികമായ ആവശ്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഹോദര കുടുംബങ്ങളെ, ബന്ധുമിത്രാദികളെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ആശുപത്രിയിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പി എം ജോണിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. പ്രിയദാസൻ കഴിഞ്ഞ 1-2 ദിവസമായി നിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഓർമ്മ സംബന്ധമായ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുടുംബത്തെ ഓർക്കാം. ജോലി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആ കുടുംബം വളരെയധികം വിഷമിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട, ആവശ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അനേകരുണ്ട്. പ്രായമായവർ, ഭവനങ്ങളിൽ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർ, ബലഹീനതയിലായിരിക്കുന്നവർ, ദേവാലയത്തിലും ശുശ്രൂഷകളിലും ഒന്നും സ്ഥിരമായി വരാൻ കഴിയാത്തവർ, ചികിത്സയിലായിരിക്കുന്നവർ, അങ്ങനെയുള്ള നമ്മുടെ പ്രായമായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, മംഗളുമാരെയും അഞ്ചുമാരെയും എല്ലാം നമുക്ക് ഓർക്കാം. കർത്താവ് അവർക്കൊക്കെ വേണ്ട വിടുതലും ശക്തിയും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് റവറൻഡ് എസ് ജെ വത്സലൻ, ജബൽപൂരിലുള്ള ലിയോണോഡ് തിയോളജിക്കൽ കോളേജിൽ അദ്ദേഹം ദീർഘകാലം അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഇന്ന് ഡൽഹിയിൽ ബൈപ്പാസ് സർജറിക്ക് വിധേയനാകുന്നുണ്ട്. അദ്ദേഹവും കുടുംബവും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുണ്ട്. വത്സലൻ അച്ഛന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശാരീരിക വൈഷമ്യങ്ങളിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ക്യാൻസർ സംബന്ധമായ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന പലരും നമ്മുടെ സഭയിലുണ്ടല്ലോ, നമ്മുടെ അറിവിലുണ്ടല്ലോ. അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. അവർക്ക് കർത്താവ് വിടുതൽ നൽകണമേ. ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവരെ ഓർക്കാം. അതിൻ്റേതായിട്ടുള്ള ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സർവൈവേഴ്സിനെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർക്കാം. പനിയുടെ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത്, ആയിരിക്കുന്നവർ, ജോലിയിൽ പ്രവേശിച്ചവരെ എല്ലാം, നമ്മുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്
അവർക്കൊക്കെ ആവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹ നാളെ കാനഡയ്ക്ക് തിരിക്കുന്നു പഠനത്തിനായിട്ട്. അവളുടെ യാത്രയിൽ, പ്രത്യേകിച്ച് കാനഡയിലുള്ള താമസത്തിൽ, ജോലി കാര്യങ്ങളിൽ, പഠനത്തിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, ദൈവകൃപയോടെ, പരസ്പര സ്നേഹത്തോടെ, കരുതലോടെ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല കുടുംബങ്ങളായി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നാലും സ്നേഹത്തിൽ പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകുവാൻ, അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ നമ്മുടെ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളുമുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. അവർക്ക് തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവരുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ് തലമുറകളെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗർഭിണികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അവരെ എല്ലാം നമുക്ക് ഓർക്കാം. ആ കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പലരും നമ്മുടെ സഭയിലുണ്ട്. അവരെ നമുക്ക് പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ജീവിതം മുൻപോട്ട് നീങ്ങുവാനായിട്ടുള്ളതാണ്. അവര് പഴയ വേദനകളിലും ഒന്നും അവർ പെട്ടുപോകാതെ അതിനെയൊക്കെ അതിജീവിച്ച് വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടുകൂടി മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് അവരെ ഒരുക്കണമേ. ദൈവം അവരെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. സാമ്പത്തികമായ ക്ലേശവും പ്രയാസവും അനുഭവിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പലവിധമായ ജീവിത ആവശ്യങ്ങളാൽ സ്വന്തമായി ഭവനമില്ലാത്തവർ, വാഹനമില്ലാത്തവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈദ്യശാസ്ത്ര ട്രീറ്റ്മെൻറ്റിന് പണമില്ലാത്തവർ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അകലങ്ങളിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. വിദേശത്തും സ്വദേശത്തും പലയിടങ്ങളിലായി നമ്മുടെ ദേവാലയത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അകലെ പാർക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും ഒക്കെ നൽകണമേ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. CS സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചാച്ചമ്മ ആൻറ്റി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കേൾക്കാം. കർത്താവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ കൂട്ടായ്മയിൽ അങ്ങയുടെ സാന്നിധ്യം മുഴുവനായും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓരോരുത്തരെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, കൂടെ ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഈ പള്ളി നടക്കുന്ന ഈ കൂട്ടായ്മയിൽ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബമായി സമർപ്പിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, രോഗികളായിരിക്കുന്നവരെയും കർത്താവെ അവിടുത്തെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കുന്ന കർത്താവെ. സൗഖ്യം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കുമായി സ്തുതിക്കുന്നു കർത്താവെ. കൂടെ ഉണ്ടായിരിക്കണമേ, വഴി നടത്തണമേ, ഒരു ജീവൻ പോലും നഷ്ടമാകാതിരിപ്പാൻ കർത്താവെ അങ്ങയുടെ കൃപയും കരുണയും എല്ലാവരിലും നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആശ്വസിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ.
ഞങ്ങളുടെ പള്ളിയിലെ എല്ലാ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും കർത്താവെ സഹായിക്കണമേ. കൂട്ടായ്മകളെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവെ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. അവരുടെ യാത്രയിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ങും തണലുമായിരിക്കണമേ കർത്താവെ. ഞങ്ങളോടും കൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ആ അപകടം നടന്ന സ്ഥലത്തെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരുടെ കണ്ണുനീരിനെ തുടച്ചു കളയണമേ കർത്താവെ. ആശ്വസിപ്പിക്കണമേ, സഹായം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അവരെ സഹായിക്കുന്നവരെയൊക്കെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ അച്ഛനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 20 വർഷത്തെ വിവാഹ ജീവിതം നയിക്കുന്നവരെ കർത്താവെ, അവരെ കൂടുതലായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി സമർപ്പിക്കുന്ന കർത്താവെ. കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളി എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൂരത്തായിരിക്കുന്നവരെ അടുത്തായിരിക്കുന്നവരെ എല്ലാവരെയും കർത്താവെ തക്ക സമയത്ത് പള്ളിയിൽ എത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഓരോ സൺഡേ കുർബാനയിലും കർത്താവെ അവിടുത്തെ കാണുവാനും അവിടുത്തെ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അടിയങ്ങളെ താങ്ങി നടത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുത്തെ കൃപയും കരുണയും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആശ്വസിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ചെയ്തു തരുന്ന എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്ന കർത്താവെ. കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗത്തിന്റെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവരുടെ ബന്ധുക്കളെ കർത്താവെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ അവിടുത്തെ കൈ നീട്ടി അവരെ തൊടണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള എല്ലാ സഹായവും അവിടുന്ന് ചെയ്തു കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്ന കർത്താവെ. അകലത്തും ദൂരമായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കർത്താവെ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ തക്ക സമയത്ത് കൂട്ടിച്ചേർത്ത് കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായി അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ. അടിയങ്ങൾ പാപികളാണ്, ദ്രോഹികളാണ്. എങ്കിലും കർത്താവെ അവിടുത്തെ കൃപയിലും കരുണയിലും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ. ജീവൻ പോകുന്ന സമയം വരെ അങ്ങയെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തെങ്കിലും അഭയം തേടിയിരിക്കുന്ന അടിയങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവെ. കൈപിടിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. എല്ലാവരെയും അവിടുത്തെ ചെറിയ കീഴെ മറച്ചു കൊള്ളണമേ കർത്താവെ. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കണക്കിടരുത് എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. താങ്ങി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ. ഇത്രത്തോളം കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. താങ്ങി നടത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്നിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾ നിന്നിൽ നിന്ന് വേർപെടുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുതേ കർത്താവെ. കൂടെ ഉണ്ടായിരിക്കണമേ. തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ.
ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ തിരുമുഖം കണ്ടുണരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് സാധിക്കുന്ന സമയത്തൊക്കെ കർത്താവെ അങ്ങയെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും അടിയങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ താങ്ങി നടത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവമേ. എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ. എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ ചിറകിന്റെ കീഴെ മറിച്ചു കൊള്ളണം. ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും കർത്താവെ അവിടത്തേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ ജോലി കാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലും എല്ലാവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. കുഞ്ഞുമക്കളുടെ പോക്കിലും വരവിലും എല്ലാവരെ താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പാപികളും ദ്രോഹികളുമായ അടിയങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അങ്ങയുടെ വഴിയിൽ കൂടി നടക്കുവാൻ അടിയങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. മാനവും മോഹത്വവും സ്തുതി സ്തോത്രം ആരാധനയും പോഴ്ച എന്റെ ദൈവത്തിന് മാത്രമല്ലേ ശമ്പരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാണമേ. ആമേൻ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയും നീ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയും നീ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തൻ മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തൻ മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും കുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തൻ മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തൻ മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ.
ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഈ പ്രാർത്ഥനയിലേക്ക്, കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രാർത്ഥനയുടെ ആമുഖമായി നമ്മളുടെ സഭയായി ഇപ്പോൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായല്ലോ. നമ്മുടെ ഒരു സഭാംഗം ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നു. അത് നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കൂട്ടായ്മയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അത് നമുക്കൊരു നഷ്ടമാണ്. എവ്രി ഡിപ്പാർച്ചർ ഈസ് എ ലോസ്. ഓരോരുത്തരും നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് എണ്ണത്തിൽ ഒരാൾ കുറയുന്നു എന്നുള്ളത് മാത്രമല്ല, ആ വ്യക്തിയും ആ കുടുംബവും ആ വ്യക്തിയുടെ ജീവിത സാഹചര്യവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ അതൊരു വലിയ നഷ്ടമാണ്, ഒരു വലിയ വിടവാണ്, ഒരു വലിയ ഗ്യാപ്പാണ്. പ്രത്യേകമായിട്ട് പ്രിയ നിര്യാതയായ ലൂസിയുടെ ജീവിതത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ആകസ്മികമായിട്ടുള്ള ആ ഒരു നിര്യാണം കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആഘാതമാണ്, വലിയ പ്രതിസന്ധിയാണ്. ഞാൻ ഇന്നലെ രാത്രി ഏകദേശം 1 മണിയോടടുക്കുന്ന സമയത്താണ് നാട്ടിൽ നിന്ന് എനിക്ക് ഈ ഒരു കോള് വരുന്നത്. ഒട്ടും അവർ രണ്ടുപേരും, പ്രത്യേകിച്ച് ലൂസിയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവർ തൊടുപുഴയിലായിരുന്നു കുറേ അധികം നാളുകൾ. 2-3 ദിവസം മുമ്പാണ് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് മുണ്ടക്കയത്തുള്ള ഭവനത്തിൽ എത്തിച്ചേർന്നത്. ഇവിടേക്കും വളരെ വേഗം തന്നെ വരാനുമുള്ള ഒരു ഒരുക്കത്തിലൊക്കെ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം അവരോട് സംസാരിക്കുന്ന സമയത്ത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു രാത്രിയിൽ അല്പം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണമടയുന്നത്. അവര് നാട്ടിലെ മുണ്ടക്കയം CSI ഇടവകാംഗമാണ്, ഇടവകയിലെ അംഗങ്ങൾ കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ചില പ്രായോഗികമായ കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് അച്ഛൻ വിളിച്ചു. മുണ്ടക്കയം പള്ളിയിൽ ശവസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്നതാണ്. ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഓട്ടോപ്സി പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയോടുകൂടെ നമുക്ക് ഫ്യൂണറൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം, ആ കുടുംബത്തിൻ്റെ പ്രത്യേകമായ സാമ്പത്തിക അവസ്ഥ നമുക്കറിയാം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും കൺസേണും ഒക്കെ ആവശ്യമുള്ള ഒരു കുടുംബമാണ്. നമ്മൾ ഇപ്പോൾ തന്നെ സഭയിൽ നിന്ന് വിമൻസ് ഫെലോഷിപ്പും നമ്മുടെ ചർച്ച് കമ്മിറ്റിയും കൂടെ സംയുക്തമായി ഒരു 50,000 ഈ ഫ്യൂണറൽ എക്സ്പെൻസസ് വേണ്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ചെയ്യാനല്ലാതെ, അവരുടെ ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ ഈ സാഹചര്യത്തിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിവുള്ളിടത്തോളം ആളുകൾ ജോർച്ചാനെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ അലീനയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് ഞാൻ
ചിന്തിക്കുന്നു. ഒരുപക്ഷെ എന്നേക്കാളൊക്കെ അധികം നിങ്ങൾക്ക് ആ കുടുംബത്തെ അറിയാം, ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ അറിയാം. പ്രത്യേകമായിട്ട് നമുക്ക് സഭയായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ചിട്ട് ഇന്ന് 2 മാസം തികയുന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ജൂലൈ മാസം ഫസ്റ്റ് സൺഡേ ആണ് നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചത്. ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ ആരാധന ഈ കൂട്ടായ്മ ആരംഭിച്ചത്. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസം അവസാനിക്കുന്നു. വളരെ കണ്ടിന്യൂസ് ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട്, മെറ്റിക്കുലസ് ആയിട്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മുടെ സഭയുടെ ആത്മീയമായ വളർച്ചയ്ക്ക്, കൂട്ടായ്മയുടെ ശക്തിപ്പെടലിന് ഈ കൂട്ടായ്മ, ഈ ഒരു കൂടിവരവ് അവസരമാകട്ടെ, സാഹചര്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ നാളുകളിലൊക്കെ ചിന്തിക്കുന്നത് ഇസഹാക്കിനെ കുറിച്ചാണ്, ഇസഹാക്കിന്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ചാണ്, ഇസഹാക്കിന്റെ വിശ്വാസ പ്രയാണത്തിൽ, ജീവിത പ്രയാണത്തിൽ ഇസഹാക്ക് ദൈവത്തെ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ, ആ ദൈവത്തെ താൻ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളിൽ ഇസഹാക്ക് എങ്ങനെയാണ് ആ കണ്ടുമുട്ടലുകളോട്, ആ ദൈവാഭിമുഖീകരണങ്ങളോട് ഇസഹാക്ക് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ പൗരാണികരായ നമ്മളുടെ വിശ്വാസത്തിന്റെ പൂർവികരുടെ യാത്രകളെക്കുറിച്ച്, സഞ്ചാരങ്ങളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള വി കനോട്ട് ഇംബൈബ് എ റൈറ്റ് ഫെയ്ത്ത് പെർസ്പെക്റ്റീവ്. അവരിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം, 10-ാം അധ്യായം, 11-ാം അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുമ്പോൾ, ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ, ഈ മനുഷ്യരെല്ലാം പഴയ നിയമ കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായ സമയത്ത് ദൈവത്തോട് പ്രതികരിച്ചത്, ദൈവത്തോട് അവര് തിരിച്ച് ഇടപെട്ടത് തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്, വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ടാണ്, വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സി, ഫെയ്ത്ത് ഈസ് എ ന്യൂ ടെസ്റ്റമെന്റ് പെർസ്പെക്റ്റീവ്. ഈ വിശ്വാസം എന്ന് പറയുന്നവരുമൊക്കെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ, ക്രൂശുമരണത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ, സഭയിലൂടെ മനുഷ്യരാശിക്ക്, ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന നന്മകളുടെ വിശാലതകളെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച്, അനന്തതകളെക്കുറിച്ചൊക്കെ നമ്മളോട് പറയുമ്പോൾ they are narrating it, or they have narrated it from a faith perspective. So New Testament is more or less a faith narrative. ഒരു വിശ്വാസത്തിന്റെ ആഖ്യാനമാണ്, വിവരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ആ ചിന്തയിൽ നിന്ന്, ആ ധാരണയിൽ നിന്ന് പഴയ നിയമത്തെ വായിക്കുമ്പോൾ, പഴയ നിയമത്തിലെ നമ്മുടെ പൂർവികരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിത വിവരണങ്ങളെക്കുറിച്ച്, ബയോഗ്രഫിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, we have to see their life also from the faith perspective, though we don't see that particular word faith in the Old Testament narratives. ആ ഒരു പഴയ നിയമ വിവരണങ്ങളിൽ നമുക്ക് ആ വിശ്വാസം എന്ന് പറയുന്ന ആ വാക്ക് ആ സച്ച് നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും, അതേ അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും, നമ്മൾ വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി വി റീഡ് ഇറ്റ് ഫ്രം എ ഫെയ്ത്ത് പെർസ്പെക്റ്റീവ്. വാട്ട് ഈസ് ഫെയ്ത്ത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ, നമ്മൾ ജീവിതയാത്രയിൽ നമ്മൾ ഇസഹാക്ക് രഹബോത്തിൽ എത്തിച്ചേരുമ്പോൾ, അവിടെ നമ്മൾ ഇസഹാക്ക് രഹബോത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന് 25-ാം വാക്യം, അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ നടക്കുന്നത് രഹബോത്ത് എന്ന് പറയുന്ന ഒരിടത്താണ്. അവിടെ പറയുന്നത് ദൈവം നമുക്ക് ഇടമുണ്ടാക്കി. ഗോഡ് ഹാസ് ഗിവൻ അസ് എ സ്പേസ്. നൗ ഗോഡ് ഹാസ് ഗിവൻ അസ് എ സ്പേസ്. നമുക്കിപ്പോൾ ദൈവം ഒരു സ്ഥലം തന്നിരിക്കുന്നു, ഒരിടം ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവം നമുക്കൊരു സ്ഥലം തന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഫെയ്ത്ത് ഈസ് എ സ്പേസ് ഫോർ ഗോഡ്. നമ്മൾ ആരാധിക്കുന്ന,
നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന, നമ്മൾ സ്വയം ബന്ധപ്പെടുത്താൻ, സ്വയം അലൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഇടത്തിന് പറയുന്ന പേരാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഈസ് എ സ്പേസ് ഫോർ ഗോഡ് ഇൻ അവർ ലൈഫ്സ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള, നമ്മുടെ തിരക്കുകളുടെ മധ്യത്തിൽ, മറ്റ് പലവിധമായ പല സാഹചര്യങ്ങളുടെയും പലതിൻ്റെയും ഒക്കെ മധ്യത്തിൽ നമുക്ക് മനഃപൂർവ്വമായി, ഡെലിബറേറ്റായി, സിൻസിയറായിട്ട് നമുക്ക് ദൈവത്തിനൊരിടമുണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഈസ് എ സ്പേസ് ദാറ്റ് വി ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ഫോർ ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നവരുണ്ട്. പലവിധമായ കാലാവസ്ഥ പ്രതികൂലങ്ങളാലും ഒക്കെ ഇടങ്ങൾ, അവരുടെ ജീവിത സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ, തിരക്കുകളുടെ മധ്യത്തിൽ നമുക്ക് ഇടമുണ്ടാകുന്നു. ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടമില്ലാതെ പോകുമ്പോഴാണ്, ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടമില്ലാതെ പോകുന്ന ഇടങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. വിശ്വാസ തകർച്ച ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് ഉത്തരം. വിശ്വാസ തകർച്ച ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടമില്ലാതെ പോകുന്നിടത്താണ്. ദൈവം ഇരിക്കേണ്ട ഇടങ്ങളിൽ മറ്റു പലതും കടന്നു കയറുകയും അവിടെയെല്ലാം ദൈവം ഇരിക്കേണ്ട ഇടങ്ങളിൽ മറ്റു പലതും കുടിയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ തകർച്ച ഉണ്ടാകുന്നത്, ഫെയ്ത്ത് ക്രൈസിസ് ഉണ്ടാകുന്നത്, ഫെയ്ത്ത് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ്. ഫെയ്ത്ത് ക്രൈസിസ് ഈസ് ആൻ എസെൻഷ്യൽ ഡിസാസ്റ്റർ. നമ്മുടെ സത്താപരമായ, മൗലികമായ ഒരു തകർച്ചയാണ്, ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ എപ്പോഴെല്ലാം സമൂഹം വിശ്വാസ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമോ അപ്പോഴെല്ലാം നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ എസെൻഷ്യാലിറ്റി ചലഞ്ച് ചെയ്യപ്പെടും. നമ്മുടെ സത്ത, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള സത്ത, ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ള നമ്മുടെ മൗലികമായിട്ടുള്ള അടിസ്ഥാനങ്ങളൊക്കെ ചലഞ്ച് ചെയ്യപ്പെടും. അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ വിശ്വാസ തകർച്ചയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് വിശ്വാസം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടമുണ്ടാവുക. ഇവിടെ ദൈവം ഉണ്ടാക്കിയ ഇടത്താണ്, ദൈവം ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്ത ഇടത്താണ് ഇസഹാക്ക് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവം ഇടമുണ്ടാക്കിയപ്പോൾ, ദൈവത്തിന് ഇടമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഐസക് ഹാസ് ഡിമാർക്കേറ്റഡ് എ സ്പെസിഫിക് സ്പേസ് ഫോർ ഗോഡ് ഇൻ ഹിസ് ലൈഫ്, ഇൻ ഹിസ് ബിസി, തിരക്ക് പിടിച്ച യാത്രകൾക്കിടയിൽ ഇസഹാക്ക് ദൈവത്തിനൊരു സ്ഥലമുണ്ടാക്കി. ആൻഡ് ഹി സ്പെസിഫൈഡ് ഇറ്റ്, ഹി നെയിംഡ് ഇറ്റ്, ഹി സിഗ്നിഫൈഡ് ഇറ്റ്. നമ്മൾ അത്തരത്തിൽ ഇസഹാക്ക് സ്പെസിഫൈ ചെയ്ത ഇടങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശ്വാസ മൂല്യങ്ങളെക്കുറിച്ചും വിശ്വാസ പാഠങ്ങളെക്കുറിച്ചും ആണ് നമ്മൾ ഈ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ആദ്യം ചിന്തിച്ചത് നമ്മൾ യാഗപീഠത്തെക്കുറിച്ചാണ്. ഓൾട്ടർ ആസ് എ ഫെയ്ത്ത് സ്പേസ്, ദൈവത്തിന്റെ ഇടം, വിശ്വാസത്തിന്റെ ഇടം ആയ യാഗപീഠത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം നമ്മൾ ഇസഹാണെന്ന് പറഞ്ഞു. നമ്മുടെ കൂടാരം, നമ്മൾ സഞ്ചാരികളാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കൂടാരങ്ങൾ
നമ്മുടെ താൽക്കാലികമായിട്ടുള്ള വാസസ്ഥലമാണ്. വളരെ പെർമനന്റ് ആയിട്ടുള്ള നിത്യമായ വാസസ്ഥലങ്ങളിലേക്ക് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന ഒരു പ്രൊബേഷൻ ലൈഫ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ലഭ്യമാകുന്ന ഒരു അവസരമാണ്. താൽക്കാലികമാണ് ഈ കൂടാരത്തിലുള്ളത് എന്ന്, കൂടാരം താൽക്കാലികമാണ്, മൊബൈലാണ് എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നാലാമത് നമ്മൾ പറഞ്ഞത് കൂടാരം ഇസ് എ സ്പേസ് ഓഫ് സാങ്ക്ടിറ്റി. വിശ്വാസത്തില് വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കൂടാരം നമ്മൾ മലിനമാക്കാനുള്ളതല്ല. അത് സാങ്ക്ടിഫൈ, അത് വൃത്തിയായി, അത് ശുദ്ധമായി, വിശുദ്ധമായി, നമ്മൾ എത്രത്തോളം യാഗപീഠങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുന്നു, വിശുദ്ധമായി സൂക്ഷിക്കുന്നു, അതുപോലെ സമാനമായി തന്നെ നമ്മുടെ കൂടാരങ്ങളും നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. അതിലെ ബന്ധങ്ങൾ, അതിലെ ഇടപെടലുകൾ, അതിലെ കാര്യങ്ങളൊക്കെ വിശുദ്ധമായി, ട്രാൻസ്പെറൻ്റായി നമ്മൾ സൂക്ഷിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മൾ മറ്റൊരു മൂന്നാമത്തെ ഒരു ഇടം, ഒരു ഫെയ്ത്ത് സ്പേസ്, ഇസഹാക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കി കൊടുത്ത ഇടത്ത് സിഗ്നിഫൈ ചെയ്യുന്നത്, അടയാളപ്പെടുത്തുന്നത്, അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണറ് കുഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന്റെ അവസാന ഭാഗം, അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണറ് കുഴിച്ചു. അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണറ് കുഴിച്ചു. സോ മൂന്നാമത്തെ ഫെയ്ത്ത് സ്പേസ് എന്താണ്? ഇസഹാക്കിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇസഹാക്ക് തന്റെ വിശ്വാസത്തിന്റെ ആവിഷ്കരണമായി, വിശ്വാസത്തിന്റെ അടയാളമായി ഇസഹാക്ക് കണ്ടെത്തുന്ന, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്ന മൂന്നാമത്തെ അടയാളമാണ് ഇസഹാക്കിന്റെ ദാസന്മാർ ഇസഹാക്കിന് വേണ്ടി ഒരു കിണറ് കുഴിച്ചു എന്നുള്ളത്. വെൽ ആസ് എ ഫെയ്ത്ത് സ്പേസ്, ആസ് എ സൈൻ ഓഫ് ഫെയ്ത്ത് സ്പേസ്, ഒരു വിശ്വാസ അടയാളമായി, വിശ്വാസ ഇടമായി നമുക്ക് നമ്മുടെ കിണറിനെ എങ്ങനെ കാണാനായിട്ട് സാധിക്കും? ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് ഉത്തരാധുനികരായ പോസ്റ്റ് മോഡേൺ, ഇങ്ങനെ ഒരു ടെക്നോളജിക്കൽ വേൾഡിൽ ജീവിക്കുന്ന, ഒരു അർബൻ കൾച്ചറിൽ ജീവിക്കുന്ന, ഒരു മെട്രോപൊളിറ്റൻ കൾച്ചറിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപക്ഷെ കിണറ്, ഒരുപക്ഷെ നമ്മളെപ്പോ 50 years ഉള്ളവർക്കോ അതിന് താഴെയുള്ളവർക്കോ, തീർച്ചയായിട്ടും ഈ നഗരത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ കിണർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി റിയാലിറ്റിയാണ്. കിണർ നാട്ടിലൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കിണർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ അവർക്ക് അടുത്തറിഞ്ഞു. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു ചെറുപ്പകാലം ഓർത്ത് നോക്കൂ. എന്റെ ചെറുപ്പകാലം എനിക്ക് ഓർക്കാൻ കഴിയുന്ന സമയത്ത് കിണർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ, വീടിന്റെ ഒക്കെ വളരെ അടുത്ത ഒരു ഭാഗമായിരുന്നു. വെൽ വാസ് സോ ക്ലോസ് ടു അവർ ഹോംസ്. നമ്മുടെ വീടുമായിട്ട് വളരെ അടുത്ത് ഉള്ള, ഒരുപക്ഷെ നമ്മളൊക്കെ വീടൊക്കെ വെക്കുന്നതിന് മുൻപ് തന്നെ, വീടിന്റെ പണിയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കിണറാണ്. നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് വെള്ളമുള്ള സ്ഥലമാണ്, കിണറാണ്. കാരണം കിണറില്ലാതെ നമുക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. ടെന്റ് വിൽ നോട്ട് സർവൈവ് വിതൗട്ട് ദ പ്രസൻസ് ഓഫ് ദ വെൽ. ഈ കിണർ എന്ന സാധ്യതയില്ലാതെ, എന്ന യാഥാർത്ഥ്യമില്ലാതെ ഒരു കൂടാരവും ഒരിക്കലും നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, ഈ വരൾച്ചയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കിണറുകളൊക്കെ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ കിഴക്കൻ മേഖലകളിലും മലമേഖലകളിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ എൻ്റെ പ്രൊബേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സമ്മർ ടൈമിൽ കിണറുകൾ വറ്റിപ്പോകുമ്പോൾ, പള്ളിക്കിണർ വറ്റിപ്പോകുമ്പോൾ ഈ താഴെയുള്ള ഓലിക്കലുകളിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ വെള്ളത്തിലൊക്കെ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കുളിച്ച് അവിടെ തുണി നനച്ചിട്ടൊക്കെ ഞാനും അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ സ്രോതസ്സാണ്. വാട്ടർ ഈസ് എ സിംബൽ ഓഫ് പ്രോഗ്രസ്, ഓഫ് ഗ്രോത്ത്. അതുകൊണ്ട് നമുക്കൊരു യാഗപീഠമായി, പാർക്കുവാൻ ഇടമായി അത് മാത്രം മതിയാവില്ല. See, we have to have a resource in order to sustain the tent, in order to survive around the altar. നമ്മളുടെ അൾത്താരകളുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കൂടാരങ്ങളിൽ നമ്മുടെ ജീവിതം സമൃദ്ധമാകണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, we have to find a source of our life, a source of our sustenance. നമ്മുടെ ജീവിതത്തിന്റെ
ജീവിതത്തെ മുൻപോട്ട് നയിച്ചു കൊണ്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ചില സ്രോതസ്സുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. അത് വളരെ ഗൗരവമേറിയ ഒരു ചിന്തയാണ്. ഇസഹാക്കിന്റെ ദാസന്മാർ ഇസഹാക്കിന് വേണ്ടി, ഇസഹാക്കിന്റെ സമൂഹത്തിന് വേണ്ടി, ഇസഹാക്കിനൊപ്പം സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി they have found, or they dig, or they dug a well for their survival. അതിലൊരു ദൈവത്തിന്റെ വലിയ കൃപയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. യാഗപീഠം പോലെ, അതുപോലെ തന്നെ കൂടാരം പോലെ വളരെ പ്രസക്തമായ, വളരെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് കിണർ എന്ന് പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാപ്പിൽ നിന്ന് വരുന്നതാണ് വെള്ളം, അല്ലെ? വെള്ളം എവിടുന്നാ വരുന്നത് ചോദിച്ചാൽ അവർ പറയും ടാപ്പിൽ നിന്നാ വരുന്നത്. നമുക്കറിയാം, സംസ്ഥാനങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, ജിയോ പൊളിറ്റിക്സിലൊക്കെ ഈ വാട്ടർ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഇത്രത്തോളം ക്രൈസിസ് വരുന്നത് ഓയിൽ കഴിഞ്ഞാൽ പിന്നെ വാട്ടർ പൊളിറ്റിക്സ് ആണ്. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് ആൻഡ് നൈൽസ്, ഇറാഖ്, എന്തോ അങ്ങനെയൊക്കെയുള്ള ഒരു വാട്ടർ സോഴ്സസ്, നല്ല വെള്ളം ഉണ്ടാകുക എന്ന് പറയുന്നത്. അത് അവിടെയാണല്ലോ സംസ്കാരങ്ങളൊക്കെ വളരുന്നത്. ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ച് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പ, മോഹൻജൊദാരോ പോലെയുള്ള സംസ്കാരങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളത് നദീതടങ്ങളിലാണ്, വാട്ടർ സോഴ്സസിലാണ്. ഇവിടെ ഇവരെ സംബന്ധിച്ച് ഈ ദേശാന്തരികളായ, സഞ്ചാരികളായ, നൊമാഡിക് ലൈഫ് നയിക്കുന്ന, സഞ്ചാര ജീവിതം നയിക്കുന്ന ഇസഹാക്കിനെ പോലെയുള്ള സമൂഹങ്ങൾക്ക് അടിസ്ഥാനമായി നിന്നിട്ടുള്ളത്, അവരെ ഒരു സ്ഥലത്ത് നിലനിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നത് വെള്ളത്തിന്റെ സാന്നിധ്യമാണ്, വെള്ളത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ കിണറിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് well as a faith space, when we try to understand, ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത് it is a place of dependence, a space of dependence, ഒരു ആശ്രയത്തിന്റെ ഇടമാണ് യഥാർത്ഥത്തിൽ ഈ കിണർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യർക്ക് കൂടാരം ഉണ്ടായത് കൊണ്ടോ യാഗപീഠം ഉണ്ടായത് കൊണ്ടോ ജീവിതം മുൻപോട്ട് പോകുന്നില്ല. മറിച്ച് കിണറുള്ള ഇടങ്ങളിലാണ്, ജലസാന്നിധ്യമുള്ള ഇടങ്ങളിലാണ് ജീവനുകൾ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത്. ലൈഫ് സസ്റ്റെയിൻസ് ഇൻ ആൻഡ് അറൌണ്ട് ദ പ്രസൻസ് ഓഫ് വാട്ടർ ബോഡീസ്, അല്ലെ? നമുക്കറിയാം, നമ്മുടെ സയൻസ് പോലും പറയുന്നത് എങ്ങനെയാണ്? അമീബ, ജലത്തിൽ നിന്നാണ് അമീബ ആദ്യമായിട്ടുണ്ടാകുന്നത്. ശാസ്ത്രത്തെ കുറിച്ച് ലൈഫ്, വാട്ടർ ഈസ് എ സിംബൽ ഓഫ് ലൈഫ്. ഇവിടെ ഇറ്റ് ഈസ് എ സിംബൽ, ഇറ്റ് ഈസ് എ സ്പേസ് ഓഫ് ഡിപ്പെൻഡൻസ്. നമുക്ക് ആശ്രയിക്കാവുന്ന ചില ഇടങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിലുള്ള സമ്പൂർണമായിട്ടുള്ള ആശ്രയങ്ങളെ സൂചിപ്പിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളിൽ വിശ്വാസത്തോടുകൂടെ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കിണർ, പുഴ, നദി, ഇതിന്റെ ചുറ്റുമൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എല്ലാ കാലത്തും ശക്തമായിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോഴും ജലം കിട്ടാതെ വരുമ്പോൾ, വെള്ളം കിട്ടാതെ വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം വലിയ ക്രൈസിസിലാവും, അല്ലെ? കറണ്ട് പോയാൽ നമുക്ക് വെള്ളം കിട്ടാതെ വരുന്നുണ്ട്, അല്ലെ? വെള്ളം പൊങ്ങിയാൽ നമുക്ക് നല്ല വെള്ളം കിട്ടാതെ വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ള സാന്നിധ്യം എന്ന്, ജലസാന്നിധ്യം എന്ന് പറയുന്നത് അത് ദൈവത്തിലുള്ള നമ്മുടെ അഭേദ്യമായിട്ടുള്ള ആശ്രയത്തെ സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ജലത്തെ ആകാശത്തിന് മുകളിലും ആകാശത്തിന് കീഴിൽ, അതാണ് സൃഷ്ടിയുടെ ആരംഭഘട്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തെ മുകളിലും കുറച്ച് വെള്ളത്തെ താഴെയും ഒക്കെ ആയിട്ട് ദൈവം he is arranging the water sources into different spaces of this universe. ഈ പ്രപഞ്ചത്തിന്റെ പല ഇടങ്ങളിലേക്ക്, പല സ്ഥലങ്ങളിലേക്ക്, പല സാഹചര്യങ്ങളിലേക്ക് ദൈവം ഈ വെള്ളത്തെ വേർതിരിക്കുന്നു. അതിനുശേഷമാണ് ജീവജാലങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ഓർക്കണം. സോ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ സ്പേസ് ഓഫ് ഡിപ്പെൻഡൻസ്, we have a God who are reliable. നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ, നമുക്ക് ആശ്രയിക്കാൻ സാധിക്കും. ഫെയ്ത്ത് ഈസ് ഓൾ അബൌട്ട് ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും, ഏത് സാഹചര്യങ്ങളിലും, ഏത് പശ്ചാത്തലത്തിലും, ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയബോധത്തെയാണ് യഥാർത്ഥത്തിൽ ഈ കിണർ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ ചിന്ത. വി നീഡ് ടു ഡെവലപ്പ് എ കൾച്ചർ ഓഫ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. നമ്മൾ സ്വയം ആശ്രയിക്കുന്നവരാണ്. നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിലും വി ഡു എവറിഥിങ് ഫോർ ourselves, അല്ലെ? എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ദൈവം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുണ്ട്. വി നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഈവൻ ദെൻ വി സേ യു പ്രേ ഫോർ us. അതിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അസ്ഥിരതകൾ വരുമ്പോൾ, അൺസർട്ടനിറ്റി വരുമ്പോൾ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയാത്ത ഇടങ്ങളിൽ
ഒരുപക്ഷെ ആശ്രയിക്കാൻ ഒന്നും ഇല്ലാതിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് എത്രത്തോളം ദൈവത്തെ ആശ്രയിക്കാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠം അതാണ്. എല്ലാവരാലും കൈവിട്ട് കഴിയുമ്പോൾ, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട് കഴിയുമ്പോൾ, എല്ലാവരും തന്നെ വിട്ട് അകന്നു പോയി കഴിയുമ്പോൾ, അറ്റ്മോസ്റ്റ് മൊമെന്റ് ഓഫ് ഏലിയനേഷൻ ആൻഡ് സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലിനെസ് ഓൺ ദ ക്രോസ്, കർത്താവായ യേശുക്രിസ്തു ആകാശത്തിലേക്ക് നോക്കി പറയാണ്, പിതാവേ, why have you forsaken me? He depends on his Father God. പിതാവിന്റെ കരങ്ങളിൽ, പിതാവിനെ ആശ്രയിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോൾ we need to depend on God. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് ഈ ഡിപ്പെൻഡബിലിറ്റി. ഒരു കുഞ്ഞു വളരുന്നത് എങ്ങനെയാണ്? ഒരു കുഞ്ഞു വളരണമെങ്കിൽ മാതാപിതാക്കളെ ആശ്രയിക്കണം. ഒരു കുഞ്ഞ് ആ ആശ്രയത്തിന്റെ തോത് കുറഞ്ഞു വളരുന്നിടത്താണ് അത് വളരുന്നു എന്ന് പറയുന്നത്. എന്താണ് വളർച്ച എന്ന് പറഞ്ഞാൽ? ഈ മാതാപിതാക്കളുമായിട്ടുള്ള ആശ്രയത്തിൽ നിന്ന് ഇഫ് ഹി സെൽഫ് ഡിപ്പെൻഡന്റ്, അല്ലേ, സെൽഫ് ഡിപ്പെൻഡന്റ് ആകുന്നിടത്ത്, അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആകുന്നിടത്ത്, സ്വയം കാര്യങ്ങളെ ചെയ്യാൻ സന്നദ്ധമാകുന്ന, ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ സജ്ജമാകുന്ന ഇടത്താണ് നമ്മൾ ആളുകൾ വളരുന്നു എന്ന് ഡിപ്പെൻഡൻസ് ഈസ് എസെൻഷ്യൽ. അതുപോലെ സെൽഫ് ഡിപ്പെൻഡൻസ് മാത്രമല്ല, എല്ലായ്പ്പോഴും മനുഷ്യ ജീവിതം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും ആശ്രയിച്ചും മാത്രമേ, പരസ്പരം ആശ്രയിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്റർ ഡിപ്പെൻഡൻസ് ഈസ് എസെൻഷ്യൽ. ഫെയ്ത്ത് ഹെൽപ്പ് us to depend on each other. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരസ്പരം മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിക്കാനും നമുക്ക് കഴിയണം. ആ ഒരു കൾച്ചർ സഭയിൽ ഉണ്ടാകണം. നമുക്ക് മറ്റുള്ളവർക്ക് എത്രത്തോളം നമ്മളിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ട്, എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് ടു ഡിപ്പെൻഡ് ഓൺ us, ടു കൗണ്ട് ഓൺ us. നമ്മുടെ ഭർത്താവ് നമ്മളെ എത്രമാത്രം കൗണ്ട് ചെയ്യുന്നു, നമ്മുടെ ഭാര്യ നമ്മളെ എത്രമാത്രം കൗണ്ട് ചെയ്യുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ എത്രമാത്രം അവരുടെ ജീവിതത്തിന്റെ പ്രയാണത്തിൽ ഹൗ ഡു ദേ കൗണ്ട് us, ഹൗ ഡു ദേ ഡിപ്പെൻഡ് us. ദാറ്റ് ഡിഫൈൻസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ മൂല്യത്തെ, ഒരു വ്യക്തിയുടെ മഹത്വത്തെ നിർണ്ണയിക്കുന്നത് മറ്റുള്ളവർ എത്രത്തോളം ആ മനുഷ്യനെ ആശ്രയിക്കുന്നു, മറ്റുള്ളവർ എത്രത്തോളം ആ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. എനിക്കൊരു പ്രയാസം വരുമ്പോൾ, എനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അയ്യോ, എനിക്ക് ആശ്രയിക്കാൻ ഒരു സഭയുണ്ട്. ഇമ്മാനുവൽ CSA മലയാളം ചർച്ച് ഹൈദരാബാദ്. ലൈഫ് ഈസ് ഇന്റഗ്രലി റിലേറ്റഡ് വിത്ത് ഗോഡ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് കിണറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് പങ്കുവയ്ക്കുവാനുള്ള ചിന്ത, മനസ്സിലാക്കാനുള്ള ചിന്ത, വെൽ ആസ് എ പ്ലേസ് ഓഫ് ഡിപ്പെൻഡൻസ്. അത് ആശ്രയിക്കുന്ന ഒരിടമാണ്. നന്മകളൊക്കെ വരുന്ന ഇടങ്ങളിലൊക്കെ നമുക്കറിയാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം വായിക്കുന്ന സമയത്ത് എലെയാസർ, അബ്രഹാമിന്റെ വാക്ക് കേട്ട് ഇസഹാക്കിന് വേണ്ടി ഭാര്യയെ അന്വേഷിച്ചു പോകുന്ന എലെയാസർ ഇസഹാക്കിന്റെ വുഡ്ബിയെ കണ്ടെത്തുന്നത്, ഇസഹാക്കിന്റെ റബേക്കയെ കണ്ടെത്തുന്നത് എവിടെ വെച്ചാണ്? കിണറ്റുകരയിൽ വെച്ചാണ്. നമ്മൾ യാക്കോബിന്റെ ജീവിതം പരിശോധിക്കുന്ന സമയത്ത് യാക്കോബ് യേശാവിനെയൊക്കെ പറ്റിച്ച്, അപ്പനെയും ഒക്കെ പറ്റിച്ച് അവിടുന്ന് ഓടിപ്പോകുന്ന സമയത്ത് യാക്കോബ് റാഹേലിനെ കണ്ടെത്തുന്നതും ഒരു കിണറ്റിന്റെ കരയിൽ വെച്ചാണ്. There was life around the well. അല്ലെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്ന് പറയുന്നത് ചില കിണറിന്റെ ഒക്കെ പശ്ചാത്തലങ്ങളിലാണ്, സാഹചര്യങ്ങളിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് വെൽ റിമൈൻഡ്സ് us about the reality of dependence. നമുക്ക് ആർക്കും എല്ലാ കാലത്തും നമ്മൾ ഓർത്തില്ല, ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ, ഞാൻ ആരെ ആശ്രയിക്കുന്നില്ല. അങ്ങനെ ഒന്നും ഒക്കത്തില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കാതെ ജീവിക്കാൻ ഒക്കത്തില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അവരുടെ നേരെ കണ്ണടയ്ക്കരുത്. ചിലപ്പോൾ അവർ ആരോഗ്യമുള്ള സമയത്ത്, ആവതുള്ള സമയത്ത് അവർക്ക് ചിലപ്പം
നമ്മുടെ ആവശ്യം വേണ്ടായിരിക്കും. പക്ഷേ ആരെങ്കിലും പ്രായമാകുമ്പോൾ, ബലഹീനമാകുമ്പോൾ നമ്മുടെ കരുതലും നമ്മുടെ സ്നേഹവും ഒക്കെ വേണമെങ്കിൽ കൊടുത്തോണം. ദാറ്റ് വിൽ മേക്ക് അസ് ബെറ്റർ പേഴ്സൺസ്, കേട്ടോ. അല്ലാതെ പണ്ട് എന്നോട് അങ്ങനെ ചെയ്തു, പണ്ട് എന്നോട് ഇത് പറഞ്ഞു, എന്നോട് അങ്ങനെ കാണിച്ചു, എന്നോട് ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇതിനൊക്കെ മേലെ ചെല്ലുമ്പോൾ നല്ല കണക്കിന് കിട്ടും. കണക്കൊന്നും നമ്മുടെ ഒന്നും അല്ല, കണക്കൊന്നും നോക്കണ്ട. ബിക്കോസ് വി പ്രോഗ്രസ്, ഹ്യൂമാനിറ്റി, ഇറ്റ്സ് എ സൊസൈറ്റി പ്രോഗ്രസ് ഇൻ ഇന്റർഡിപെൻഡൻസ്, അല്ലേ? അതൊരു വിശ്വാസ മൂല്യമാണ്. നമുക്ക് പരസ്പരം ആശ്രയിക്കാൻ കഴിയണം. എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറയുന്നത് അങ്ങനെയാണ്, അല്ലേ? എല്ലാത്തിനും ഞാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? വി കനോട്ട് ലിവ് വിത്തൗട്ട് ഡിപ്പെൻഡിങ്. എനിക്കും പരസ്പരം അങ്ങോട്ടും ആശ്രയിക്കാതെ ചില കാര്യങ്ങൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ആശ്രയിക്കാം, ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയെ ആശ്രയിക്കണം. ഞാൻ ചിലപ്പോഴും വീമ്പൊക്കെ പറയും, എന്നെ അടുക്കളയെ കയറ്റാനൊന്നും ഭീഷണിപ്പെടുത്താനോ. നോ, അങ്ങനല്ല. അതൊക്കെ നമ്മൾ ഒരു ഡയലോഗ് പറയുന്നതാണ്, എല്ലാം ഡയലോഗാണല്ലോ, BGM's ഡയലോഗാണ്. പക്ഷേ അവർ ലൈഫ് ഈസ് മ്യൂച്വലി ഡിപ്പെൻഡൻറ്റ്. മറന്നു പോകരുത്. പരസ്പരം അതൊരു ബർഡനായിട്ട് തോന്നേണ്ട കാര്യമില്ല. നമ്മുടെ യങ് തലമുറയുടെ ഒരു വലിയ പ്രശ്നം അതാണ്. ആരെങ്കിലും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ദേ ഫീൽ ഇറ്റ് ആസ് ബർഡൻ. അതൊരു ബർഡൻ അല്ല. ഒരു ജീവിതം അല്ലെങ്കിൽ 1-2 ജീവിതങ്ങൾ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ ദാറ്റ് വിൽ മേക്ക് us എ ഡിഫറെന്റ് ബെറ്റർ പേഴ്സൺ. നമ്മളെ നല്ല മനുഷ്യരാക്കും. അല്ലാതെ ആരെയും ആശ്രയിക്കാതെ മറ്റാരും എന്നെ ആശ്രയിക്കേണ്ട, ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് ആരും എന്നെ ആശ്രയിക്കേണ്ട. ആശ്രയമാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ഡിപ്പെൻഡൻസ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഡിപ്പെൻഡ് ഓൺ ഗോഡ്. നമ്മൾ ഒന്നും തന്നെ പറ്റത്തില്ല. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ്. അത് നല്ലത് വന്നാലും മോശം വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും സന്തോഷം വന്നാലും, വി ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ഗോഡ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത എനിക്ക് പറയാനുള്ളത് ഡിപ്പെൻഡൻസ്, ഫെയ്ത്ത്, ദ സ്പേസ് ഓഫ് ഡിപ്പെൻഡൻസ്. കിണർ ആശ്രയിക്കാനാ, അല്ലേ? നമ്മളെന്നും നാട്ടിൽ ഓർമ്മയുണ്ട്, കിണർ നമ്മളെന്നും പോയി വെള്ളം കോരണം. കാരണം കിണർ അടുക്കള ഭാഗത്ത്, സാധാരണ അടുക്കളയിൽ നിന്ന് ഇറങ്ങിച്ച്, അടുക്കളയാണല്ലോ വെള്ളം കൂടുതൽ വേണ്ട സ്ഥലം. പണ്ടൊക്കെ നമ്മുടെയൊക്കെ പഴയ വീടുകളിലൊന്നും ഈ റെസ്റ്റ് റൂംസ് ഒന്നും വീടിന്റെ ഭാഗമായിരുന്നില്ല, അല്ലേ? അതൊക്കെ ദൂരെയായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. പിന്നെ വന്നപ്പോൾ ഇപ്പൊ വീട് പണിയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റെസ്റ്റ് റൂംസിനാണ്. ബാത്റൂം പണിയാനാണ് കാശ് മുഴുവൻ ഇൻവെസ്റ്റ്. 2 സ്ഥലങ്ങൾക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ബാത്റൂമിലും, പിന്നെ ഒന്ന് കിച്ചണിലും. കിച്ചണിൽ ആകെപ്പാടെ ഒരു ചോറും വെക്കും, ഒരു താലും വെക്കും, പിന്നെ ബാക്കി കിച്ചാറൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യമായിട്ട് അവിടെ പണിയൊന്നും നടക്കുന്നില്ല. പക്ഷേ വലിയ കിച്ചണാണ്, വലിയ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ പരിപാടിയൊക്കെ ചെയ്യും. പക്ഷേ ഭക്ഷണം മുഴുവൻ 3 നേരം നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കും, അല്ലേ? പിന്നുള്ളത് നമ്മുടെ ഈ പറഞ്ഞ ഒരു വീട്ടിൽ എത്ര വീട്, 5-6 ശുചിമുറികൾ പണിഞ്ഞു വെക്കും. ഒരെണ്ണത്തിൽ പോലും നമുക്ക് സമയത്ത് പോകാൻ മാത്രം, കാരണം ഒന്ന് ഈ ഗ്യാസിന് പ്രോബ്ലം ആയിരിക്കും, അവിടെ പോയിരിക്കാനൊക്കെ അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, ഇതെല്ലാം ദൂരമായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ എല്ലാം ഇടനിലകളിൽ നിന്നിരുന്ന ഒരു സ്ഥലമാണ് കിണർ. വി ഹാവ് ടു കോൺസ്റ്റന്റ്ലി ഡിപ്പെൻഡ് ഓൺ വെൽ, അല്ലേ? നമ്മുടെ ജീവിതത്തിന് ഓരോ ദിവസവും നമുക്ക് എത്ര പ്രാവശ്യം നമ്മുടെ അമ്മമാരൊക്കെ കിണറിന്റെ അടുക്കൽ പോയി വന്നിട്ടുണ്ടാവും, തൊട്ടിയൊക്കെ ഇട്ട് അത് വലിച്ചു കയറ്റി, അല്ലെ? എത്ര പ്രാവശ്യം നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. അത് പിന്നെയും തന്നുകൊണ്ടിരിക്കും, അല്ലേ? അത് നമ്മൾ എടുക്കുന്നതൊന്നും നമ്മൾ തിരിച്ചു കൊടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് ഈസ് എ സ്പേസ് ഓഫ് ഡിപ്പെൻഡൻസ്. രണ്ടാമത്തെ കിണർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പേസ് ഓഫ് റീഡൂയിങ് എന്ന് പറയും. അതൊരു ആവർത്തനത്തിന്റെ ഇട. കിണർ നമ്മളെ ചില കാര്യങ്ങൾ ആവർത്തിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഫെയ്ത്ത് ഷാർപ്പൻസ് വെൻ വി റീഡു സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങൾ ആവർത്തിക്കുന്ന ഇടത്താണ് നമ്മുടെയൊക്കെ ലൈഫ് ഷാർപ്പൻ ചെയ്യപ്പെടുന്നത്, അല്ലേ? ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ അബ്രഹാമിന്റെ വഴിയിലൊക്കെ സഞ്ചരിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഇസഹാക്ക് തന്റെ പിതാവായ അബ്രഹാമിന്റെ വഴികളിലൊക്കെ സഞ്ചരിച്ചു, തന്റെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറുകൾ പിന്നീട് ഫെലിസ്ത്യരത് ഡു ഇറ്റ് അഗെയിൻ, റീഡൂയിങ്, ആവർത്തനം. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ
ആവർത്തനം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, നമുക്കറിയാം ആവർത്തന പുസ്തകം. അത് 1 ശമൂവേൽ 2 ശമൂവേൽ തുടങ്ങിയ പുസ്തകം, രാജാക്കന്മാരുടെയൊക്കെ പുസ്തകങ്ങളുടെ ഒരു ആവർത്തനമായിട്ട്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിന്റെ, ലേവ്യ സംഖ്യ പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ സമ്മറൈസ് ചെയ്തിട്ടാണ് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസം എന്ന് പറയുന്ന ഒരു തുടർ പ്രവർത്തനമാണ്. ഫെയ്ത്ത് ഈസ് എ കണ്ടിന്യൂസ് ആക്ഷൻ, ഒരു തുടർ പ്രവർത്തനമാണ്. അത് എൻ്റെ കണ്ടെത്തലല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് ആർ ഇൻവെൻഷൻ. അങ്ങനെ പഠിപ്പിക്കുന്ന ചില സഭകളും ചില ട്രഡീഷൻസും ഉണ്ട്, അല്ലെ? ഫെയ്ത്ത് ഈസ് ബിക്കമിങ് സോ പേഴ്സണൽ. അങ്ങനെയല്ല. ഒരുപക്ഷെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അതിനെ നമുക്ക് വ്യക്തിപരമായിട്ട് കാണാമെങ്കിൽ പോലും, ഫെയ്ത്ത് ഈസ് നോട്ട് അവർ എക്സ്ക്ലൂസീവ് ഇൻവെൻഷൻ. വി ആർ പാർട്ട് ഓഫ് ദ ലെഗസി ഓഫ് ഫെയ്ത്ത്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ആ ഒരു പാരമ്പര്യത്തിൽ, ആ ഒരു പൈതൃകത്തിന്റെ ഭാഗമാണ് നമ്മൾ. ദർ ഈസ് മീനിങ് ഇൻ റീഡൂയിങ്. ചില കാര്യങ്ങൾ നമ്മളിത് ആവർത്തിച്ച് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ സംസർഗ ശുശ്രൂഷ നമ്മൾ പറയുന്നുണ്ട്, വി ആർ കോൺസ്റ്റന്റ്ലി, അല്ലെ, ഡു ഇറ്റ് ഇൻ റിമെമ്പറൻസ്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവീൻ, അല്ലെ? ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുന്ന ഇടത്താണ്, ആവർത്തനങ്ങളിലാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അന്തസത്ത നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ദർ ഈസ് മീനിങ് ഇൻ റീഡൂയിങ്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടല്ലേ? ഉണ്ട്. ഭക്ഷണം കൊടുക്കാനാണെങ്കിലും വിസിറ്റ് ചെയ്യാനാണെങ്കിലും, അല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ വെൻ വി ഡു ഇറ്റ് കോൺസ്റ്റന്റ്ലി, നമ്മൾ അതിനെ റൂട്ടീനാണെന്നൊക്കെ പറയും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, യൂണിഫോം തേക്കുന്നു, കൊണ്ടുവിടുന്നു, വിളിച്ചുകൊണ്ട് വരുന്നു, പ്രായമായി കിടക്കുന്ന അമ്മച്ചിമാരോട് നമ്മൾ സംസാരിക്കുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, അവരെ കരുതുന്നു, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. നമ്മളതൊക്കെ റൂട്ടീനാണെന്ന് പറയും. നോ, ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി റൂട്ടീൻ, ഇറ്റ് ഈസ് റീഡൂയിങ്. ഇറ്റ് ഈസ് റീഡൂയിങ്. ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയി കിടക്കുന്ന സമയത്ത് ഡോക്ടർമാർ രാവിലെയും വൈകിട്ടും റൗണ്ട്സിന് വരും, അല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പം ഒന്ന് വന്ന് നോക്കിയിട്ട് പോയിട്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്താണല്ലോ ഡോക്ടർ വരുന്നത്. ഇതെല്ലാം വന്ന് ചെസ്റ്റ് എല്ലാം വെച്ച് നോക്കും, എല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കും, അല്ലെ? എല്ലാം പരിശോധിച്ച് നോക്കും. ചില കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് നമുക്ക് വി ഹാവ് ടു സ്പെസിഫിക്കലി ലൊക്കേറ്റ്, വി ഹാവ് ടു സ്പെസിഫിക്കലി ഐഡന്റിഫൈ അവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു തുടർ കർമ്മമാണ്, മറന്നുപോകരുത്. വിശ്വാസം ഒരു തുടർ കർമ്മമാണ്. അത് വി ഹാവ് ടു കോൺസ്റ്റന്റ്ലി ഗോ. ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, നമ്മൾ നിരന്തരം എപ്പോഴും നമ്മൾ കിണറുകളിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ വെള്ളം കോരിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. കിണർ നമ്മളൊരു നിത്യ സന്ദർശന ഇടമായിരുന്നു കിണർ. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യാറില്ല. നേരെ എന്ന് ടാപ്പ് തുറക്കുക. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഏത് കിണറ്റിൽ നിന്നല്ലല്ലോ വരുന്നത്, പലതും ജലങ്ങളിൽ നിന്ന് വരുന്നു, ജലാശയങ്ങളിൽ നിന്ന് വരുന്നു. നമുക്കറിയത്തില്ല. ആ ഒരു സോഴ്സിനെ കുറിച്ച് നമുക്കൊരു ബോധവും ഇല്ല. സോഴ്സിനെ കുറിച്ച് നമുക്കൊരു ബോധമില്ല. സമ്പത്താണെങ്കിലും അതിൻ്റെ സോഴ്സിനെ കുറിച്ച് നമുക്കൊരു ബോധമില്ല. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ സോഴ്സ്. നമ്മുടെ യങ്ങർ ജനറേഷന്റെ ഒരു വലിയ പ്രോബ്ലം അതാണ്. ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ സോഴ്സ്. പണം അത് പേരൻസിന് എങ്ങനെ കിട്ടുന്നു, അവരതെങ്ങനെ ഉണ്ടാക്കുന്നു, നമ്മളതുകൊണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയത്തില്ല. അവർ തന്നെ ഉണ്ടാക്കുന്ന പണമാണെങ്കിൽ പോലും ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ സോഴ്സ്. നമുക്കിപ്പോൾ ഞാൻ എൻ്റെ പ്രൊബേഷൻ ചെയ്തത് വെണ്ണിക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നിങ്ങൾക്കറിയാം, അവിടെ ഈ ഒരു സമ്മർ ടൈമൊക്കെ ആവുന്ന സമയം ആകുമ്പോഴത്തേക്ക് കിണറുകളെല്ലാം വറ്റി വരണം. അപ്പോൾ ചില വീടുകളിലൊക്കെ ചെന്നാൽ ഒരേ പറമ്പിൽ തന്നെ 2-3 കുഴികൾ കാണും. അവിടെ കിണർ കുഴിച്ചതാണ്. കുറെ കുഴിച്ച് ചെന്ന് കഴിയുമ്പോഴാണ് വെള്ളമില്ല എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഞാനൊരു ഉപദേശിയായിട്ടൊരു പള്ളി ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു അംഗം എന്നെ വിളിച്ചിട്ട് വെച്ചാൽ, ഞാനൊരു പുതിയ കിണർ കുഴിക്കാൻ പോവാണ്, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ട് വേണം കിണർ കുഴിക്കാൻ. എങ്ങനെ? നമ്മളെ എന്ന് ഞാൻ അച്ഛനല്ല, അന്ന് ഉപദേശിയാ. സാറ് വന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ട് വേണം കിണർ കുഴി തുടങ്ങാൻ. ഞാനാകെ പേടിച്ചു. കാരണം ഒരു കിണർ കുഴിക്കണമെങ്കിൽ 1000, 59,000, 60,000, 70,000 രൂപ ചിലവുണ്ട്. പാവം പിടിച്ച മനുഷ്യരാ, ജോലി ചെയ്തുണ്ടാക്കി സമ്പാദിച്ച കാശ. അവരിപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് കിണർ കുഴിക്കാൻ പോവാം. ഞാനാകെ പേടിച്ചു. ദൈവമേ, ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു, കിണർ കുഴിക്കാൻ തുടങ്ങി, വെള്ളം കിട്ടിയില്ലെങ്കിൽ പറയും, ഇവനെ കൊണ്ടൊരു ഗുണമില്ലാത്തവനെ. ഇവൻ പ്രാർത്ഥിച്ച ഒന്നും ദൈവം കേൾക്കത്തില്ല, ഇവൻ കുഴപ്പക്കാരനാണ്, നമ്മുടെ കാശ് കളയുന്ന ഉപദേശിയാണെന്ന് പറഞ്ഞു വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് അച്ഛൻ ഞാനത് ചെയ്യണം. അന്നേരം പറഞ്ഞു, അച്ഛനൊന്നും വേണ്ട, സാറൊന്നും ചെയ്യേണ്ട, സാറിഞ്ഞ് വന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളവിടെ ചെന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരു കാപ്പിക്കമ്പുമായിട്ട് ഇങ്ങനെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു കാപ്പിക്കമ്പുമായിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് പുള്ളി നോക്കിയിട്ട് ഇങ്ങനെ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന കാപ്പിക്കമ്പ് വിറക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്കാൻ ഫീൽ. എനിവേ പുള്ളി പറഞ്ഞു, ഇവിടെ കുഴിക്കാൻ പറഞ്ഞു.
ഇവിടാണ് കിണർ കുഴിക്കേണ്ടത്. എനിക്ക് അത്ഭുതമായടാ, ഇങ്ങനെ വന്നൊരുത്തൻ കാപ്പി കമ്പൗണ്ട് കടന്ന് പറമ്പിൽ കൂടെ കാണിച്ചിട്ട് തന്നെ ഇങ്ങനെ ഇവിടെ കുഴിക്കാൻ പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, വെച്ചാൽ പ്രാർത്ഥിക്കും, നമ്മൾ വെട്ടാൻ പോകാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, വെട്ടി. നിങ്ങൾ വിശ്വസിക്കത്തില്ല, കുറെ തുറന്നു ചെന്ന സമയത്ത് കുറെ പാറയാണ്, പക്ഷെ അവർ കാശ് മുടക്കി പാറ പൊട്ടിച്ചു. അകത്ത് ചെന്നപ്പം വെള്ളം കണ്ടു. നമുക്കൊരു വളരെ പ്രസിദ്ധനായ ഒരു അച്ഛനുണ്ട്, നമുക്ക് ഇവിടുത്തെ പർക്കാൽ മിഷണറി ആയിരുന്നു, പിയോ നൈനാൻ അച്ഛൻ. അച്ഛൻ 500 കിണറിന് സ്ഥാനം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് നാട്ടില്, കിണറുകൾക്ക്. അച്ഛൻ അതിനൊരു വരം കിട്ടിയ ഒരാളായിരുന്നു. അതൊരു വലിയ വലിയ നന്മയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ പഴയ ജീവിതം ഓർമ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡിഗ്, അതൊരു വിശ്വാസം വേണം. നമ്മൾ എവിടെയാ കിണർ കുഴിക്കുന്നത്? ഉപരിതലത്തിൽ വെള്ളം ഉള്ളിടത്താണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഡിലായിരിക്കും കിണർ കുഴിക്കുക. കാരണം മൊത്തം കട്ടറി മുഴുവൻ വെള്ളമായിരിക്കും. ഏത് സമ്മറിലും പറ്റാത്ത വെള്ള സാന്നിധ്യം ഉള്ളത് നമ്മുടെ കേരളത്തിലെ റോഡുകളിലാണ് അല്ലെ. ഏത് സമ്മർ ആണെങ്കിലും അവിടെ വെള്ളം കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിണർ കുഴിക്കേണ്ടത് റോഡിന് നടക്കാം. വെള്ളം ഉപരിതലത്തിൽ വെള്ളമുള്ള സാന്നിധ്യ ഇടങ്ങളിലല്ല. അതൊരു വിശ്വാസ പ്രവർത്തനമാണ്. ഡിഗിങ് വെൽ ഈസ് എ ഫെയ്ത്ത് ആക്ഷൻ. കാരണം ഈ കുറച്ച് നമ്മൾ തുറന്ന് മണ്ണൊക്കെ മാറ്റി പാറയൊക്കെ മാറ്റി അകത്ത് അടിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തെ സസ്റ്റെയിൻ ചെയ്യുന്ന വെള്ളമുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അത് വിശ്വാസത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. അസാധ്യമായിട്ടുള്ള വിശ്വാസ പ്രവർത്തനം. ഒരു വരണ്ട നിലത്തെ തുരന്നിറങ്ങുന്ന ഒരു പ്രവർത്തനമുണ്ടല്ലോ. അതൊരു എല്ലാ കരിമ്പാറകളെയും മുറിച്ച് താഴേക്ക് ചെന്നാൽ അവിടെ വെള്ളം ഉണ്ടാകുമെന്ന് പറയുന്നൊരു വലിയ പ്രതീക്ഷയുണ്ടല്ലോ. ഇറ്റ് ഈസ് എ ഫെയ്ത്ത് ആക്ഷൻ. നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, ഏതർ യു ഡിഗ് ഓർ ഡൈ അല്ലെ. ഒന്നിൽ നീ കുഴിക്കുക, നീ ഇരിക്കുന്ന ഇടത്ത്, ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ഇടത്ത് നീ അവിടെ പ്രവർത്തിക്കുക, നീ അവിടെ പ്രതീക്ഷയോടുകൂടെ വർക്ക് ചെയ്യും. എല്ലാം അനുകൂലമായിട്ട് വരാൻ വേണ്ടി നമ്മൾ നോക്കണ്ട. ലെറ്റ് us സ്റ്റാർട്ട് ഡൂയിങ്, ലെറ്റ് us കണ്ടിന്യൂ ടു റീഡു. നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാം. വൺ ഡേ ഗോഡ് വിൽ ആക്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ നന്മകൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ഇൻ വൺസ് ഡൂയിങ്. ഒരിക്കൽ ചെയ്ത് അവസാനിപ്പിക്കരുത് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഓക്കെ ലെറ്റ് us സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെയല്ല, കണ്ടിന്യൂ. തുറന്നിട്ട് നമുക്കത് ശരിയാകാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രതീക്ഷയില്ലെങ്കിൽ, then you take a decision. That is a different thing. See, we have to dig. Either you dig or die. ജീവജലം എന്ന് പറയുന്നത് എവിടെയാ? ഈ ഭൂമിയുടെ ഉദരത്തിൽ എവിടെയോ ആണ്. നമുക്ക് we have to reach. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ തിരിച്ചറിവാ. There is realizations in redoing. അല്ലേ? നമ്മൾ പരസ്പരം ആശ്ലേഷിക്കുമ്പോൾ, പരസ്പരം കാണുമ്പോൾ, പരസ്പരം ചിരിക്കുമ്പോൾ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരു പുതിയ തിരിച്ചറിവാണ് നമുക്കുണ്ടാകും. ഫെയ്ത്ത് ലീഡ്സ് ടു റിയലൈസേഷൻസ്. കിണർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ആവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ, ചില നന്മകൾക്ക് വേണ്ടി, ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കേണ്ടതാണ്. ആലയത്തിൽ നമ്മൾ കൂടി വരുന്നത് നമ്മൾ ആവർത്തിക്കേണ്ടതാണ്. നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ കൂടിവരവുകൾ, വചന പഠനം, ധ്യാനം, ഇതൊക്കെ ആവർത്തിക്കേണ്ടതാണ്. ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ ആവർത്തിക്കേണ്ടത്. അത് ടൈം ടേബിൾ വെച്ചൊന്നും ചെയ്യേണ്ടതൊന്നുമല്ല. വെനെവർ വി ഗെറ്റ് ചാൻസസ് ടു ഗെറ്റ് ടുഗെദർ, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അത് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. കൂടുതൽ നന്മകളിലേക്ക്, കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തും. There is meaning in redoing. There is faith. ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കും എന്നും ഒരേ ആരാധനക്രമമല്ലേ, എന്നും ഒരേ പാട്ടല്ലേ, ചില സമയങ്ങളിൽ എന്നും ഒരേ വേദഭാഗം തന്നെയല്ലേ വായിക്കണം. എന്നിട്ട് ഈ വായിച്ചത് കേട്ടിട്ട് വല്ല ഗുണമുണ്ടോ? 1 വട്ടം കേട്ടിട്ട് ഗുണപ്പെട്ടില്ല, 10 വട്ടം കേൾക്കാത്തവർ ഗുണപ്പെടും. ഞാനെപ്പോഴും എൻ്റെ ഒരു സൗന്ദര്യം അതാണ്. ഞാൻ ഓരോ പ്രാവശ്യം ഓരോ വേദപുസ്തക ഭാഗം വായിക്കുമ്പോഴും ഒരു പുതിയ ചിന്ത, ഒരു പുതിയ ദർശനം, ഒരു പുതിയ മാനം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരും. നമ്മൾ വായിച്ചതാകാം, നമ്മൾ പഠിച്ചതാകാം, നമ്മൾ നേരത്തെ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാകാം. പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മൾ അതിനെ പുതുതായിട്ട് വായിക്കും, പുതുതായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വി ആർ enlightened with a new insight, with a new spiritual insight. അതുകൊണ്ട് നമ്മൾ ആവർത്തിക്കുമ്പോഴാണ് ചില നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ ആ കിണറുമായി ബന്ധപ്പെട്ട 2 ചിന്തകളാണ് ഇന്ന് പങ്കുവച്ചത്. ഒന്ന്, ഫെയ്ത്ത് വെൽ is a faith space of dependence. അത് ആശ്രയത്തിന്റെ വിശ്വാസ ഇടമാണ്. നമ്മുടെ ജീവിതത്തിൽ ആശ്രയിക്കാൻ ചില ഇടങ്ങളുണ്ടാകും. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നു,
We have to constantly depend on God. At the same time, we have to invent and found and realize spiritual resources in our lives in order to depend for our survival. നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ആത്മീയമായ ഉറവിടങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. So that we depend on them. Faith is dependence on God. രണ്ടാമത് പറഞ്ഞത് it is a faith space of redoing. അല്ലെ, ആവർത്തനങ്ങളുടെ ഇടമാണ് വിശ്വാസം. ആവർത്തനങ്ങളുടെ വിശ്വാസ ഇടമാണ് ഈ കിണർ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിക്കണം. നോട്ട് എവറിത്തിങ്, ബട്ട് ഫോർ അവർ എസെൻഷ്യൽ സർവൈവൽ. നമ്മുടെ മൗലികമായ ജീവിത വളർച്ചകൾക്ക് വേണ്ടി നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ രാവിലെ ഒരു ശ്വാസത്തോട്ട് വലിച്ചിട്ട് പിന്നെ അന്ന് മുഴുവൻ വലിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. That is a constant action, and that constant action make us living and surviving. വിശ്വാസത്തിൽ അങ്ങനെ ചില നിരന്തരമായ കർമ്മങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ വചന ധ്യാനങ്ങൾ, നമ്മുടെ സ്നേഹം പങ്കിടലുകൾ, അപ്പം നുറുക്കലുകൾ, അപ്പം പങ്കുവെക്കലുകൾ, ഇതൊക്കെ നിരന്തരം ചെയ്യണം. ഇതൊക്കെ ആവർത്തിച്ച് ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ, നമ്മൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടും. നമ്മളിലെ മനുഷ്യത്വം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന മനുഷ്യരായിത്തീരും. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്ന ഒരു തുടർ പ്രവർത്തനമാണ്. ഒരിക്കൽ മാത്രമുള്ളതല്ല. നോട്ട് ഫോർ വൺസ് ഇൻ എ വൈൽ, ബട്ട് അത് നിരന്തരമായി ആവർത്തിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വളരാം, ശക്തമാകാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമാറാകട്ടെ. പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഒരു പുതിയ പ്രഭാതം കാണുവാൻ, ഈ പ്രഭാതത്തിന്റെ നന്മകളെ അനുഭവിപ്പാൻ, പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവ വചനം കേൾക്കുവാൻ കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് നിന്റെ മകളെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. കർത്താവെ, നിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ് കർത്താവെ. ആ തിരിച്ചറിവ് പലപ്പോഴും ഞങ്ങളിൽ നിന്നില്ലാതെ പോകുന്നു കർത്താവെ. എന്നാൽ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ചേർക്കപ്പെട്ട നിന്റെ മകളുടെ ജീവിതത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്കിളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അലീനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേദന കർത്താവെ അവിടുന്ന് നീ അറിയുന്നു കർത്താവെ. ദൈവമേ, അവിടുത്തെ ദിവ്യമായ സമാധാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ദിവ്യമായ സമാധാനത്താൽ നീ അവരെ നടത്തണമേ, നയിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഫ്യൂണറൽ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാൻ കാലാവസ്ഥയൊക്കെ തക്ക സമയത്ത് അനുകൂലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ആ കുടുംബത്തിലൂടെ ദൈവമേ, നിന്റെ മകളിൽ കൂടെ സഭയ്ക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ട്, ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങൾക്കുള്ളവരെ എല്ലാവരെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സമപ്രായക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടുത്തെ ദിവ്യമായ കരങ്ങളിൽ എല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവർക്ക് കർത്താവെ അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോണങ്കലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്ന കർത്താവെ, വേണ്ട വിടുതലും ആശ്വാസവും സൗഖ്യവും നീ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന ഉത്തരഫലങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ഫ്രണ്ട്സിൽ പലരും കർത്താവെ
ദൈവമേ കൺസീവിംഗ് ഒക്കെ ആയിട്ടിരിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ആവശ്യമായ ബലവും ശക്തിയും കൊടുക്കണമേ. അവരുടെ ഉദരഫലങ്ങളൊക്കെ അവർക്ക് നന്മയോടുകൂടി ലഭിപ്പാൻ തക്കവണ്ണം യാതൊരു പ്രയാസവും കൂടാതെ നല്ല കുഞ്ഞുങ്ങളെ കർത്താവെ, ദൈവിക കൃപയുള്ള കുഞ്ഞുങ്ങളെ അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം അവരെ അവിടുന്ന് സഹായിക്കണമേ. അതിനായിട്ട് അവരെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുന്ന കർത്താവെ. ദൈവമേ എല്ലാവർക്കും വേണ്ട സൗഖ്യം നീ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരത്തിൽ നീ അവരെ എല്ലാവരെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നീ ഞങ്ങൾക്ക് നന്മ നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളായിരിക്കാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ കർത്താവെ. ദൈവമേ ആ നന്മ തിരിച്ചറിയുവാൻ ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അവിടെ ഇരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാൻ ഞങ്ങളെ എവിടെ വയ്ക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും ഓർത്തു പാർച്ച വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തോടും ആശുപത്രിയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടും രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലുമാകുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്ന് വരെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരും ഒരിക്കൽ കൂടെ ജോർജ് തോമസ് അങ്കിളിനെയും ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കാം. Funeral details I will update in the WhatsApp group. ഞാൻ അടുത്ത ഞായറാഴ്ച, കമ്മിങ് സൺഡേ, ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു പ്രാർത്ഥന പള്ളിയിൽ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളി അനൗൺസ് ചെയ്തായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവരും വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. Thank you, Acha. Thank you, Achan. Thank you, Achan. Thanks all. Bye. Thank you, Acha. Thank you. Thank you, Acha. Thank you very much. Thank you for joining.